എടുക്കാൻ പോകുന്ന ടോപ്പിക്കാണ് സം ഓഫ് അരിത്തമാറ്റിക് സീക്വൻസസ്, അതായത് സമാന്തര ശ്രേണികളുടെ തുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അരിത്തമാറ്റിക് സീക്വൻസിന്റെ സമ്മ് കാണാനുള്ള ഇക്വേഷൻസ് പഠിക്കാം. അതിനുശേഷം ഈ ടോപ്പിക്കിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പം നിങ്ങളൊരു സീക്വൻസ് കൺസിഡർ ചെയ്യുക. ആ സീക്വൻസിലെ ഫസ്റ്റ് ടേം x1, സെക്കൻഡ് ടേം x2 ഇങ്ങനെ പോയിട്ട് nth ടേം n-ാം പദം xn ആണെങ്കിൽ ഈ സീക്വൻസിലെ ഈ അരിത്തമാറ്റിക് സീക്വൻസിന്റെ സമ്മ് കാണാനുള്ള ഇക്വേഷൻ ആണ് Sn is equal to half into n into x1 plus xn. അതിൽ n എന്ന് പറഞ്ഞാൽ എന്താ? n is equal to number of terms. x1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം, xn എന്ന് പറഞ്ഞാൽ nth ടേം, അല്ലെങ്കിൽ എന്ത് പറയാം, ലാസ്റ്റ് ടേം എന്ന് പറയാം. ഒരു സീക്വൻസിലെ ലാസ്റ്റ് ടേം ഓർ ലാസ്റ്റ് ടേം. സോ ഈ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കുക. ഒരു അരിത്തമാറ്റിക് സീക്വൻസ് തന്നിട്ട് അതിന്റെ സമ്മ് കാണാനുള്ള ഇക്വേഷൻ ആണ് Sn is equal to half into n into x1 plus xn. അതിൽ n എന്താണെന്നും x1 എന്താണെന്നും xn എന്താണെന്നും നിങ്ങൾ പഠിച്ചു വെക്കണം. ഇനി നമുക്ക് നെക്സ്റ്റ് ഇക്വേഷൻ നോക്കാം. അരിത്തമാറ്റിക് സീക്വൻസിന്റെ സമ്മ് കാണാനുള്ള. സോ സം Sn is equal to pn square plus qn. അതിൽ p plus q എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം അല്ലെങ്കിൽ ആദ്യ പദമാണ്. ഫസ്റ്റ് ടേമിന് നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? f എന്ന് ഡിനോട്ട് ചെയ്യാം, അല്ലെങ്കിൽ x1 എന്ന് ഡിനോട്ട് ചെയ്യാം. ദെൻ p എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസത്തിന്റെ പകുതിയാണ്. എന്താ? d/2. അപ്പൊ നിങ്ങൾക്ക് ഒരു അരിത്തമാറ്റിക് സീക്വൻസ് തന്നിട്ട് അതിൽ p ന്റെ വാല്യൂ, q ന്റെ വാല്യൂ, നമ്പർ ഓഫ് ടേംസ് എന്നും അറിയെങ്കിൽ നിങ്ങൾക്ക് സമ്മ് കാണാനുള്ള ഇക്വേഷൻ ആണ് Sn is equal to pn square plus qn. സോ 5, 10, 15, 20 ഇങ്ങനെ പോകുന്ന ഒരു അരിത്തമാറ്റിക് സീക്വൻസ് കൺസിഡർ ചെയ്യാം. ഈ സീക്വൻസിലെ ആദ്യത്തെ 10 ടേംസിന്റെ സമ്മാണ് നിങ്ങളോട് കാണാൻ ചോദിച്ചെങ്കിൽ Sn is equal to pn square plus qn എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് എങ്ങനെ സമ്മ് കാണാൻ നമുക്ക് നോക്കാം. സോ ഈ ഒരു സീക്വൻസ് നോക്കുന്ന സമയത്ത് ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാണ്? d is equal to 5 ആണ്. 10 minus 5, 5. നമുക്ക് സമ്മ് കാണും. സമ്മ് കാണേണ്ട ഇക്വേഷൻ എഴുതി വെക്കാം. Sn is equal to pn square plus qn ആണ്. ഇത് നമ്മളോട് ആദ്യത്തെ 10 ടേംസിന്റെ സമ്മ കാണാൻ പറയുന്നത്. സോ നമുക്ക് എന്ത് എഴുതാം? n is equal to 10 എന്ന് കൊടുക്കാം. then p plus q എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം ആണ്. സോ എന്ത് എഴുതാം? p plus q is equal to, ഈ സീക്വൻസിന്റെ ഫസ്റ്റ് ടേം എത്രയാ? 5. then p എന്ന് പറഞ്ഞാൽ എന്താ? കോമൺ ഡിഫറൻസിന്റെ പകുതിയാണ്. സോ അത് നമുക്ക് എഴുതാം. p is equal to, നമ്മുടെ കോമൺ ഡിഫറൻസ് 5 ആണ്. സോ 5/2. അപ്പോൾ p 5/2 ആണ്. അത് നമുക്ക് q എങ്ങനെ കണ്ടെത്താം? p plus q is equal to 5 എന്ന ഇക്വേഷന്റെ അകത്ത് p ന്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ q ന്റെ വാല്യൂ നമുക്ക് കണ്ടെത്താൻ പറ്റും. സോ എന്ത് എഴുതാം? p എന്ന് പറഞ്ഞാൽ 5/2 ആണ്. സോ 5/2 plus q is equal to 5. സോ q എങ്ങനെ കണ്ടെത്താം? q is equal to 5 minus 5/2. 5 minus 5/2 എത്ര വരും? 5/2 വരും. is equal to 2.5. സോ നമുക്ക് p ന്റെ വാല്യൂ 5/2 കിട്ടി, അതായത് 2.5 കിട്ടി. q ന്റെ വാല്യൂ 2.5 കിട്ടി. ഇനി നമുക്ക് ആദ്യത്തെ 10 ടേംസിന്റെ സമ്മ് കാണാം സീക്വൻസിൽ. എങ്ങനെയാ? S10 is equal to 2.5 into n എത്രയാ? 10 സ്ക്വയർ പ്ലസ് 2.5 into 10. ഇത് ചെയ്താൽ എന്ത് വരും? 2.5 into 10 സ്ക്വയർ എന്ന് പറയുമ്പോൾ 2.5 into 100 പ്ലസ് 2.5 into 10 എത്രയാ? 25. സോ ഇത് എന്ത് വരും? 250. 2.5 into 100 എന്ന് പറഞ്ഞാൽ 250. സോ 250 പ്ലസ് 25 എത്ര വരിക? 275.
സോ ഈ സീക്വൻസ് എടുക്കുന്ന സമയത്ത് ഈ സീക്വൻസിലെ ആദ്യത്തെ 10 ടേംസിന്റെ സമ്മാണ് 275. ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിന്റെ ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള സമ്മ് കാണാനുള്ള ഇക്വേഷൻ ആണ് Sn is equal to n into n plus 1 by 2. ഇവിടെ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേംസ്. then ആദ്യത്തെ n ഈവൺ നമ്പേഴ്സിന്റെ സമ്മ് കാണാനുള്ള ഇക്വേഷൻ ആണ് Sn is equal to n into n plus 1. അപ്പോൾ ആദ്യത്തെ n നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് ആണെങ്കിൽ എങ്ങനെയാ n into n plus 1 by 2 വേണം. then ആദ്യത്തെ n ഈവൺ നമ്പേഴ്സ് ആവും ആ by 2 വേണ്ട ആവശ്യമില്ല. എന്ത് മതി n into n plus 1. then ആദ്യത്തെ n ഓഡ് നമ്പേഴ്സിന്റെ സമ്മ് കാണാനുള്ള ഇക്വേഷൻ ആണ് Sn is equal to n square. നിങ്ങൾക്ക് ആദ്യത്തെ 50 നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ കാണേണ്ടത് വിചാരിച്ചോ. അപ്പൊ എന്ത് കാണും നമുക്കറിയാം ഇക്വേഷൻ എന്താ S50 is equal to n പകരം 50 ഇട്ട് കൊടുക്കാം. സോ എന്താ 50 into 50 plus 1 by 2. എന്ത് വരും 50 into 51 by 2. 50 by 2 എത്രയാ 25 is equal to 25 into 51. 51 into 25 ചെയ്യാം. So the 1 into 5 into 5 25, 1 into 2 2 into 10, 2 into 5 10. So 5 7 2 1. So എന്ത് വരും 1275. ആദ്യത്തെ ആദ്യത്തെ 50 നാച്ചുറൽ നമ്പേഴ്സിന്റെ സം ആണ് 1275. അപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ 50 ഈവൺ നമ്പേഴ്സിന്റെ സം ആണെങ്കിൽ ഈ ഇക്വേഷനിൽ n വരെ 50 ഇട്ട് കൊടുക്കുക. ആദ്യത്തെ 25 ഓഡ് നമ്പേഴ്സിന്റെ സം ആണെങ്കിലോ ഈ ഇക്വേഷൻ്റെ അകത്ത് n വരെ 25 ഇട്ട് കൊടുക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് 3 അരിത്തമാറ്റിക് സീക്വൻസസ് തന്നിട്ടുണ്ട്. ഈ 3 അരിത്തമാറ്റിക് സീക്വൻസസിന്റെ അകത്തും ആദ്യത്തെ 25 ടേംസിന്റെ സമ്മ് കാണാനാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ സീക്വൻസ് ആയിട്ട് എടുത്ത് നോക്കാം. ഫസ്റ്റ് സീക്വൻസ് എന്താ 11, 22, 33. അരിത്തമാറ്റിക് സീക്വൻസിന്റെ സമ്മ് കാണാനുള്ള ഇക്വേഷൻ എന്താ Sn is equal to half into n into x1 plus xn. x1 എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം, xn എന്ന് പറയുന്നത് nth ടേം അല്ലെങ്കിൽ ലാസ്റ്റ് ടേം. അപ്പോൾ നമുക്ക് n അറിയാം. n എത്രയാ 25 ആണ്. അടുത്ത 25 ടേംസിന്റെ സം ആണ് കാണാൻ ചോദിക്കുന്നത്. x1 എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആണ്. ഫസ്റ്റ് ടേം എത്രയാ 11. then xn എന്ന് പറയുന്നത് nth ടേം അല്ലെങ്കിൽ ഇവിടെ നമുക്ക് എത്രാമത്തെ ടേം ആ 25th ടേം. ഈ സീക്വൻസിലെ 25th ടേം ആണ് xn. അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടെത്താം 25th ടേം ആദ്യം കണ്ടെത്തണം. എങ്ങനെയാ x25 നമുക്കറിയില്ല. നമ്മൾ 25th ടേം കാണാനുള്ള ഇക്വേഷൻ എന്താ x25 is equal to f plus n minus 1 into d. ഇവിടെ f എത്രയാ 11 പ്ലസ് n 25 ആണ്. സോ 25 മൈനസ് 1 എത്ര വരും 24 ഇൻറ്റു d. d എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ആണ്. ഈ സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് എത്രയാ 22 മൈനസ് 11 വരും. ഇത് ചെയ്യുമ്പോൾ എന്ത് വരും 11 പ്ലസ് 24 ഇൻറ്റു 11. 24 ഇൻറ്റു 11 എത്രയാ 1 ഇൻറ്റു 4 4, 1 ഇൻറ്റു 2 2, 4 2, 264 ആണ്. 264 പ്ലസ് 11 ചെയ്യുന്ന സമയത്ത് 275 എന്ന് വരും. സോ ഈ സീക്വൻസിലെ 25th ടേം നമുക്ക് കിട്ടി. എത്രയാ 275. ഇനി നമുക്ക് എല്ലാ ഇക്വേഷനിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് കാണേണ്ടത് എന്താ S25 is equal to half into n ന് പകരം 25 ഇട്ട് കൊടുക്കാം. 25 into x1 എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം എത്രയാ 11 പ്ലസ് xn അതായത് x25 ആണ്. എത്രയാ 275. ഇത് ചെയ്യുമ്പോൾ എന്ത് വരും ഹാഫ് ഇൻറ്റു 25 ഇൻറ്റു 275 പ്ലസ് 11 എന്ന് പറയുന്നത് 286. ഇത് ചെയ്താൽ നമുക്ക് 3575 വരും.
സോ ഫസ്റ്റ് സീക്വൻസിന്റെ അകത്ത് ആദ്യത്തെ 25 ടേംസിന്റെ സം ആണ് 3575. നമുക്ക് സെക്കൻഡ് സീക്വൻസിന്റെ അകത്ത് ആദ്യത്തെ 25 ടേംസിന്റെ സം കണ്ടെത്താം. സം കണ്ടെത്താനുള്ള ഇക്വേഷൻ ആണ് Sn is equal to half into n into x1 plus xn. ഇവിടെ n എന്ന് പറയുന്നത് 25 ആണ്. then x1 എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം എത്രയാ 12 ആണ്. then xn എന്ന് പറയുന്നത് ഇവിടെ വരെ x25 ആണ്. ലാസ്റ്റ് ടേം എത്രയാ 25th ടേം ആണ്. സോ x25 നമുക്ക് അറിയില്ല. സോ 25th ടേം നമുക്ക് എങ്ങനെ കണ്ടെത്താം? nth ടേം കാണാൻ അരിത്തമാറ്റിക് സീക്വൻസിന്റെ nth ടേം കാണാനുള്ള ഇക്വേഷൻ ആണ് xn is equal to f plus n minus 1 into d. ഇവിടെ നമുക്ക് 25th ടേം ആണ് കണ്ടെത്തേണ്ടത്. സോ n ന് പകരം 25 ഇട്ട് കൊടുക്കാം. സോ x25 is equal to f എത്രയാ 12 plus n എന്ന് പറയുന്നത് 25 ആണ്. 25 minus 1 24 വരും. 24 into കോമൺ ഡിഫറൻസ് എത്ര വരും? 23 minus 12 11 വരും. സോ ഇത് ചെയ്യുന്ന സമയത്ത് 12 plus 24 into 11 എന്ന് പറയുന്നത് 264 ആണ്. 12 plus 264. സോ എന്ത് വരും? 276 എന്ന് വരും. ഇനി നമുക്ക് 25 ആദ്യത്തെ 25 ടേംസിന്റെ സം കണ്ടെത്താം. എന്നിന് പകരം ഇവിടെ 25 ഇട്ട് കൊടുക്കാം. സോ S25 is equal to half into n എത്രയാ 25. 25 into ഫസ്റ്റ് ടേം എത്രയാ 12 പ്ലസ് 25th ടേം 276. സോ എന്ത് വരും? ഹാഫ് ഇൻറ്റു 25 ഇൻറ്റു 276 പ്ലസ് 12 എന്ന് പറയുന്നത് 288 വരും. സോ ഇത് ചെയ്യുമ്പോൾ എന്ത് വരും? 3600. സോ ഇനി നമുക്ക് തേർഡ് അരിത്തമാറ്റിക് സീക്വൻസിൽ ആദ്യത്തെ 25 ടേംസിന്റെ സം കണ്ടെത്താം. സോ സം കാണാനുള്ള ഇക്വേഷൻ എന്താ? Sn is equal to half into n into x1 plus xn. ഇവിടെ n എന്ന് പറയുന്നത് എത്രയാ 25 ആണ്. x1 എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം എത്രയാ 21 ആണ്. then xn എന്ന് പറയുന്നത് ഇവിടെ 25th ടേം ആണ്. ലാസ്റ്റ് ടേം 25th ടേം ആണ്. സോ x25. നമുക്ക് 25th ടേം അറിയില്ല. സോ 25th ടേം കണ്ടെത്തണം. അരിത്തമാറ്റിക് സീക്വൻസിലെ nth ടേം കണ്ടെത്താനുള്ള ഇക്വേഷൻ ആണ് xn is equal to f plus n minus 1 into d. ഇവിടെ n എന്ന് പറയുന്നത് എത്രയാ 25 ആണ്. സോ x25 is equal to f എത്രയാ 21 plus n 25 ആണ്. സോ 25 minus 1 24 into common difference എത്രയാ 32 minus 21 11 വരും. സോ ഇത് ചെയ്യുന്ന സമയത്ത് എന്ത് വരും? 21 plus 24 into 11 264. എത്ര വരും? 285. സോ 25th ടേം 285 ആണെന്ന് കിട്ടി. നമുക്ക് ആദ്യത്തെ 25 ടേംസിന്റെ സം കണ്ടെത്താം. സോ ഇവിടെ n ന് പകരം നമ്മൾ 25 ഇട്ട് കൊടുക്കാം. സോ S25 is equal to half into 25 into x1 എത്രയാ 21 പ്ലസ് xn എന്ന് പറയുന്നത് x25 285. സോ എന്ത് വരും? half into 25 into 306 വരും. സോ ഇത് ചെയ്തു കഴിഞ്ഞാൽ 3825 വരും. സോ ഈ സീക്വൻസിന് ആദ്യത്തെ 25 ടേംസിന്റെ സം ആണ് 3825. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സം ഓഫ് ദ ഫസ്റ്റ് 20 ടേംസ് ആൻഡ് നെക്സ്റ്റ് 20 ടേംസ് ഓഫ് ദി അരിത്തമാറ്റിക് സീക്വൻസ് 6, 10, 14? സോ ഒരു അരിത്തമാറ്റിക് സീക്വൻസ് ആണ് 6, 10, 14 ഇങ്ങനെ പോകുന്നത്. സോ ഈ അരിത്തമാറ്റിക് സീക്വൻസിൽ ആദ്യത്തെ 20 ടേംസിന്റെ സമ്മിന്റെയും ദെൻ നെക്സ്റ്റ് 20 ടേംസിന്റെ സമ്മിന്റെയും ഡിഫറൻസ് കാണാനാണ് പറയുന്നത്.
സോ ആദ്യത്തെ 20 ടേംസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടു 20th ടേംസ്. ദെൻ നെക്സ്റ്റ് 20 ടേംസ് എന്ന് പറയുമ്പോൾ ഏതാ വരിക? 21st മുതൽ 40th വരെയുള്ള ടേംസ്. സോ ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. സോ ആദ്യം നമുക്ക് സീക്വൻസ് ഇവിടെ എടുത്ത് എഴുതാം. 6, 10, 14. ഒരു അരിത്തമാറ്റിക് സീക്വൻസ് തന്നിട്ട് ആ സീക്വൻസിലെ nth ടേം കാണാനുള്ള ഇക്വേഷൻ ആണ് xn is equal to f plus n minus 1 into d. നമുക്ക് ഈ സീക്വൻസിലെ 20th ടേം കാണാം. സോ x20 is equal to f എത്രയാ? 6 പ്ലസ് n എത്രയാ? 20 ആണ്. സോ 20 minus 1 90 into കോമൺ ഡിഫറൻസ് എത്ര വരും? 4. ഇത് ചെയ്യുന്ന സമയത്ത് എത്ര വരും? 6 പ്ലസ് 90 into 4 എന്ന് പറയുന്നത് 76 ആണ്. സോ 6 പ്ലസ് 76 എത്രയാ? 82. സോ ഈ സീക്വൻസിലെ 20th ടേം 82 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് 21st ടേം കണ്ടെത്താം. x21. നമുക്ക് 20th ടേം അറിയെങ്കിൽ 21st ടേം എങ്ങനെ കാണാം? 20th ടേമിന്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ 21st ടേം കിട്ടും. സോ എത്രയാ? 82 പ്ലസ് 4. 82 പ്ലസ് 4 എത്രയാ? 86. സോ 21st ടേം നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഈ സീക്വൻസിലെ 40th ടേം കണ്ടെത്താം. x40. 21st ടേമിന്റെ കൂടെ 19 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ നമുക്ക് 40th ടേം കണ്ടെത്താൻ പറ്റും. എങ്ങനെയാ? 21st ടേമിന്റെ കൂടെ 90 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താലാണ് നമുക്ക് 40th ടേം കിട്ടുക. സോ എന്താ 86 പ്ലസ് 19 ഇൻറ്റു കോമൺ ഡിഫറൻസ് 4. ഇത് ചെയ്യുമ്പോൾ കിട്ടും 86 പ്ലസ് 19 ഇൻറ്റു 4 എത്രയാ? 76. സോ 86 പ്ലസ് 76 എത്രയാ? 80 പ്ലസ് 70 150 ആണ്. then 6 പ്ലസ് 6 12. 150 പ്ലസ് 12 എത്രയാ? 162. സോ നമ്മൾ ഈ സീക്വൻസിലെ ഫസ്റ്റ് ടേം, 20th ടേം, 21st ടേം ആൻഡ് 40th ടേം കൂടി എടുത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സീക്വൻസിൽ ആദ്യത്തെ 20 ടേംസിന് ഒരു സീക്വൻസ് ആക്കിയിട്ടും രണ്ടാമത്തെ 20 ടേംസിന് വേറൊരു സെക്കൻഡ് സീക്വൻസ് ആക്കിയിട്ടും എഴുതാം. സോ ആദ്യത്തെ 20 ടേംസ് ഫസ്റ്റ് സീക്വൻസ് ആക്കി എഴുതാം. ഫസ്റ്റ് ടേം 6, സെക്കൻഡ് ടേം 10, തേർഡ് ടേം 40, 20th ടേം എത്രയാ? 82. ദെൻ നെക്സ്റ്റ് 20 ടേംസ് എന്ന് പറയുമ്പോൾ അടുത്ത ഫസ്റ്റ് ടേം 86, second term 86 plus 4 90, third term 90 plus 4 94. ഈ സീക്വൻസിലെ 20th ടേം എത്രയാ? 162. ഈ സീക്വൻസിലെ ഇവിടെ നമ്മൾ സെക്കൻഡ് സീക്വൻസ് ആക്കി എഴുതിയത്. അപ്പോൾ ഈ സീക്വൻസിലെ 20th ടേം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഫസ്റ്റ് സീക്വൻസിലെ 40th ടേം ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ നിങ്ങൾ ഓരോ ഈ രണ്ട് സീക്വൻസ് അല്ലേ, ഈ രണ്ട് സീക്വൻസിലെയും ഓരോ പൊസിഷനിലുള്ള ടേംസിൻ്റെയും ഡിഫറൻസ് കാണാം. നമ്മൾ രണ്ട് സീക്വൻസ് എടുക്കാം. ഈ രണ്ട് സീക്വൻസിനും ഫസ്റ്റ് പൊസിഷനിലെ ടേംസിൻ്റെ ഡിഫറൻസ് എത്രയാ? 86 മൈനസ് 6 അല്ലേ? ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടേംസ് ഇൻ ദി ഫസ്റ്റ് പൊസിഷൻ എത്ര വരും? 86 മൈനസ് 6 80. ഇനി നമുക്ക് സെക്കൻഡ് പൊസിഷനിലുള്ള ടേംസിന്റെ ഡിഫറൻസ് കാണാം. എങ്ങനെയാ? ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടേംസ് ഇൻ ദി സെക്കൻഡ് പൊസിഷൻ എത്ര വരും? 90 മൈനസ് 10 എത്രയാ? 80. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന സമയത്ത് ഓരോ പൊസിഷനിലുള്ള ടേംസിന്റെയും ഡിഫറൻസ് കാണുമ്പോൾ നമുക്ക് ഈ 80 തന്നെ റിപ്പീറ്റ് ചെയ്ത് വരും. അപ്പോൾ നമുക്കിവിടെ കാണേണ്ടത് എന്താ? ഈ രണ്ട് സീക്വൻസിന്റെയും സമ്മിന്റെ ഡിഫറൻസ് ആണ് കാണേണ്ടത്. സമ്മിന്റെ ഡിഫറൻസ്. സോ ഈ രണ്ട് സീക്വൻസിലും എത്ര ടേംസ് ഉണ്ട്? ഫസ്റ്റ് സീക്വൻസിൽ 20 ടേംസ് ഉണ്ട്, സെക്കൻഡ് സീക്വൻസിലും 20 ടേംസ് ഉണ്ട്. ഈ സീക്വൻസിൽ ഓരോ ടേംസ് തമ്മിലുള്ള, അതായത് ഓരോ പൊസിഷനിലെ ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് 80 കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ 20 ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് എങ്ങനെ കാണാം? ഈ 20 × 80 ചെയ്താൽ മതി. സോ നമുക്ക് എന്ത് എഴുതാം?
the difference between sum എത്ര വരും 80 into 20 എത്രയാ 2 into 8 16 1600. സോ ആദ്യത്തെ 20 ടേംസിന്റെയും രണ്ടാമത്തെ 20 ടേംസിന്റെയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് 1600. തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സംസ് ഓഫ് ദി ഫസ്റ്റ് 20 ടേംസ് ഓഫ് ദി അരിത്തമാറ്റിക് സീക്വൻസ് 6, 10, 14 ആൻഡ് 15, 19, 23. സോ 6, 10, 14 ഇങ്ങനെ പോകുന്ന അരിത്തമാറ്റിക് സീക്വൻസിന്റെ ആദ്യത്തെ 20 ടേംസിന്റെ സമ്മും then 15, 19, 23 ഇങ്ങനെ പോകുന്ന അരിത്തമാറ്റിക് സീക്വൻസിന്റെ ആദ്യത്തെ 20 ടേംസിന്റെ സമ്മും തമ്മിലുള്ള ഡിഫറൻസ് കാണാനാണ് പറയുന്നത്. സോ നമുക്ക് ഈ രണ്ട് സീക്വൻസും ഇവിടെ എടുത്ത് എഴുതാം. 6, 10, 14 ആണ് ഫസ്റ്റ് സീക്വൻസ്. സെക്കൻഡ് സീക്വൻസ് ഏതാ 15, 19, 23. സോ നമ്മളോട് ചോദിച്ചത് ഈ സീക്വൻസിലെ ആദ്യത്തെ 20 ടേംസിന്റെ സമ്മും then സെക്കൻഡ് സീക്വൻസിലെ ആദ്യത്തെ 20 ടേംസിന്റെ സമ്മും തമ്മിലുള്ള ഡിഫറൻസ് കാണാനാണ്. സോ ഇവിടെ നമുക്ക് ടേംസിന്റെ ഡിഫറൻസ് എത്രയാ നോക്കാം. രണ്ട് സീക്വൻസിലും ഫസ്റ്റ് ടേംസിന്റെ ഡിഫറൻസ് എത്രയാ 15 minus 6 എത്ര വരും 9. then സെക്കൻഡ് ടേംസിന്റെ ഡിഫറൻസ് എത്രയാ 19 minus 10 അതും 9. തേർഡ് ടേംസിന്റെ ഡിഫറൻസ് എത്രയാ 23 minus 14 അതും 9. സോ ആദ്യത്തെ 20 ടേംസിന്റെ സംസിന്റെ ഡിഫറൻസ് എത്ര വരിക 20 into 9 is equal to 180.